സീഖ് ഉസ്താദിൻ്റെ ഖലീഫമാർ. പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. ഒന്ന് നമ്മുടെ സീഖ് ഉസ്താദിൻ്റെ മകൻ ഖാസിമി മന്നാനി, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. മറ്റൊന്ന് നമ്മളുടെ ശുഐബ് ചെട്ടിപ്പടി, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. മറ്റൊന്ന് നമ്മളുടെ കോയമോൻ ചെട്ടിപ്പടി, പിന്നെ നമ്മളുടെ ഷറഫുദ്ദീൻ ചെട്ടിപ്പടി, പിന്നെ ചാവക്കാടുള്ള നമ്മളുടെ എന്താ പറയുക ഹമീദ് ചെട്ടിപ്പടി. മനസ്സിലായി? ഈ പറയപ്പെട്ട ഹമീദ് ഈ ചാവക്കാട് ഇവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹമീദ് രോഗിയായിരുന്നു. ഇപ്പോൾ അല്ലാഹു തആല ഒരുപാട് ശമനവും ശിഫയും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരനും നമ്മൾക്ക് എല്ലാവർക്കും ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാവരെയും അല്ലാഹു തആല സലാമത്തിലാക്കി തീർക്കുമാറാവട്ടെ. അപ്പൊ ഈ 5 ആളുകളെ ബഹുമാനപ്പെട്ട മശായിഖന്മാർ തെരഞ്ഞെടുത്തത് അവരതിന് യോഗ്യരാണ് എന്ന് അറിഞ്ഞതിൻ്റെ പേരിലാണ്. മശായിഖന്മാരുടെ ആ പ്രവർത്തനം മറ്റുള്ളവരിൽ പ്രവർത്തിപ്പിക്കാൻ അവർ യോഗ്യരാണ്. മശായിഖന്മാരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? അവരിലേക്ക് ദാഹിച്ച് അവരെ ആശ്രയിച്ച് അവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മുരീദന്മാരെ തർബിയത്ത് ചെയ്യുക, പിന്നെ തസ്കിയത്ത് ചെയ്യുക, തസ്ഫിയത്ത് ചെയ്യുക, തജ്ലിയത്ത് ചെയ്യുക, തംലിയത്ത് ചെയ്യുക എന്നുള്ളതാണ് മശായിഖന്മാരുടെ പ്രവർത്തനം. അതാണ് ഈ പ്രവർത്തനം മുഖേനയാണ് ഏതൊരു മുരീദിനും വിജയവും പ്രാപ്തിയും ഉയർച്ചയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെയാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് പകർത്താനും മറ്റുള്ളവരെ ദീനിലേക്ക് അടുപ്പിക്കാനും അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരാക്കി തീർക്കാൻ പര്യാപ്തരായതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട വന്ദരായിരിക്കുന്ന ശൈഖുന കൻസുൽ മശായിഖ് ഇത്തരം സുലൂക്കിലേക്ക് തർബിയത്തിന്റെ രംഗത്ത് ഖിലാഫത്ത് കൊടുത്ത് അവരെ ആദരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപിക്കുന്ന അവനിലേക്ക് അടുക്കുന്ന അവന്റെ മുഹബ്ബീങ്ങളാക്കി തീരാനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാരണക്കാരായി ഈ 5 മഹൽ വ്യക്തിത്വങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവരൊക്കെ നമ്മൾക്ക് വേണ്ടുന്ന ആളുകളാണ്. അവരിൽ നിന്നിട്ട് നമ്മൾ ഫൈൽ കരസ്ഥമാക്കണം. അവരുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അവരുടെ കുടുംബത്തിലേക്കല്ല അല്ലാഹു തആല ഖലീഫയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു സമൂഹത്തിലേക്കാണ്. അപ്പൊ ആ സമൂഹത്തിന് വേണ്ടുന്നതായിരിക്കുന്ന നിർദ്ദേശ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും അല്ലാഹു തആലയുടെ ഹബീബിലേക്കും അടുപ്പിക്കുന്ന ആ ഒരു ശക്തമായിരിക്കുന്ന പ്രവർത്തന രീതിയുടെ പേരാണ് എന്ത്? ഖിലാഫത്ത് എന്നുള്ളത്. എല്ലാ ആളുകളും ഖലീഫമാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫമാരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരാണ്. പക്ഷെ അതിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ടിട്ട് ആ ഖിലാഫത്ത് എന്നുള്ളതായിരിക്കുന്ന പ്രത്യേക അധികാരപത്രം നൽകപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ് ഈ 5 ആളുകൾ. അപ്പൊ അവർക്ക് മറ്റുള്ളവരെക്കാൾ പവർ കൂടും. സാധാരണ മുരീദന്മാരെക്കാൾ കൂടുതൽ പവറും ഡിഗ്രിയും കൂടിയതായിരിക്കുന്ന ആളുകളാണ് അവര്. കാരണം ബഹുമാനപ്പെട്ട മശായിഖന്മാർ ബഹുമാനിച്ച് ഖിലാഫത്ത് കൊണ്ട് അവരെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും മറ്റുള്ളവരെക്കാൾ നമ്മളും അവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് അവരുമായി ഇടപഴകുമ്പോൾ വളരെ അതോടുകൂടെ മര്യാദയോടുകൂടെ നമ്മളൊക്കെ നമ്മളുടെ മശായിഖന്മാരുമായിട്ട് എങ്ങനെയാണോ ബന്ധപ്പെടുന്നത് അതുപോലത്തതായിരിക്കുന്ന തവാദുവോടുകൂടെ വിനയത്തോടുകൂടെ ആയിരിക്കണം അവരുമായിട്ട് നമ്മൾ ഇടപഴകേണ്ടതും സുഹബത്ത് ചെയ്യേണ്ടതും. മനസ്സിലായോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ഇങ്ങനത്തെ ഒരു സ്ഥാനം
നൽകപ്പെട്ട ഒരു 5 ആളുകളുണ്ട്. അവരെ വന്ന് സ്വീകരിക്കുക, അവരെ വന്ന് ആദരിക്കുക, അവരെ